ആൻഡ് ഗവൺമെൻറ് അതുപോലെ സപ്പോർട്ട് അവർ ചെയ്യും. അവിടെ ഒരു ചെടിക്ക് അല്ലെങ്കിൽ ഒരു വിളയ്ക്ക് ഒരു പിന്നെ രോഗം വന്നിട്ടുണ്ടെങ്കിൽ അതുപോലെ നമ്മളൊരു ഡോക്ടറെ കാണുന്ന പോലെ തന്നെ വന്ന് എഴുതി ഒരു പ്രിസ്ക്രിപ്ഷൻ കൊണ്ടുപോയാലേ ആ വിളയ്ക്കുള്ള മരുന്ന് കീടനാശിനി അവർ കൊടുക്കുകയുള്ളൂ. അല്ലാതെ ഇവിടെ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ പാലക്കാട് കിട്ടിയില്ലേ, എന്നാൽ പിന്നെ നിങ്ങൾ തമിഴ്നാട്ടിലേക്ക് പോയി അവിടെ കിട്ടുമെന്ന് പറയും. അവിടെ പോയിട്ട് പേര് പോലും ഇല്ലാത്തൊരു സാധനം കൊണ്ടൊന്ന് ഇവിടെ ഇടിക്കും. ഞങ്ങൾക്ക് അങ്ങനെ അബദ്ധം പറ്റിയിട്ടുണ്ട്. ഞങ്ങൾ ചില പാടങ്ങൾ പാലക്കാട് ഈ ലീസിന് എടുക്കും. അപ്പം ഞങ്ങൾ ചിലപ്പോൾ ഞങ്ങളിപ്പോൾ അതൊരു ഡിസംബറിലാണ് എടുത്തിരിക്കുന്നതെങ്കിൽ മെയ്യിലാണ് ഞങ്ങൾക്ക് അതിൽ വിത്തിടണ്ടെങ്കിൽ ഞങ്ങൾ നേരത്തെ പാട്ടക്കരാർ വയ്ക്കും. എന്നിട്ട് അതിൽ ഈ നാടൻ പശുവിനെ കൊണ്ട് കെട്ടുകയും ഇവരുടെ ചാണകവും മൂത്രവും പലതരത്തിലാക്കി അവിടെ ഇടുകയും ചെറുപയർ അല്ല മൺപയർ ഡെയിഞ്ചൊക്കെ ഇട്ടിട്ട് ഇതിനെ ഇങ്ങനെ പലതരത്തിൽ ഈ വിഷം അടിച്ചതിനെ ഒന്ന് മാറ്റാനുള്ള ഒരു പ്രോസസ്സ് ചെയ്യാറുണ്ട്. അങ്ങനെ ചെയ്തിട്ട് പോലും നെല്ല് മുളയ്ക്കാത്ത പാടങ്ങളുണ്ട്. അതെന്താന്ന് ചോദിച്ചാൽ പേര് പോലും അറിയാത്ത സാധനങ്ങൾ കൊണ്ടുവന്ന് അടിക്കുന്നുണ്ട്. അപ്പം സത്യം പറഞ്ഞാൽ ഈ ഫുഡ് എന്ന് പറയുന്നതിൻ്റെ തുടക്കം കൃഷിയാണല്ലോ. അപ്പോൾ അവിടുത്തെ മണ്ണ് തൊട്ട് അത് കൈകാര്യം ചെയ്യുന്നവരെ തൊട്ട് പഠിപ്പിച്ച് വരേണ്ട ഒരു അവസ്ഥയുണ്ട്. പഠിപ്പിച്ച് ഇവരെ കൊണ്ടുവന്ന് നിങ്ങൾ ഇതേ ഉപയോഗിക്കാമുള്ളൂ, ഇത്രയും ഉപയോഗിക്കാമുള്ളൂ, ഇതിനൊരളവുണ്ട്. അവരൊരു പ്രിക്കോഷൻ പോലും ഇല്ലാതല്ലേ ഈ കീടനാശിനികളൊക്കെ അടിക്കുന്നത്. മുതലമട മാങ്ങ എന്ന് പറയുന്നതിൽ 18 വട്ടം കീടനാശിനി അടിച്ച വർഷമുണ്ട്. 18 വട്ടം. അതിൻ്റെ അടുത്തുള്ള പിള്ളേരെല്ലാം തലകറക്കോ ഛർദിയായിട്ട് ആശുപത്രിയിൽ പോയ അവസ്ഥയുണ്ട്. അപ്പം ഞാൻ ചോദിക്കുന്നത്, നമുക്ക് എന്തൊക്കെ അറിയാം ഇപ്പം ലോകത്തിലെ? നമ്മൾ എന്താണ് ഭക്ഷണത്തെക്കുറിച്ച് ശ്രമിക്കാത്തത്? അതിലടങ്ങിയിരിക്കുന്ന കണ്ടന്റുകളെ അറിയാൻ ശ്രമിക്കാത്ത? എന്തിന് ഓർഗാനിക് ആയിട്ടുള്ള അല്ലെങ്കിൽ പോട്ടെ വിഷവിമുക്ത ഭക്ഷണത്തിൻ്റെ പ്രാധാന്യം എന്താണ് വേണ്ടത്? അപ്പം ഇതെല്ലാം നമ്മുടെ ആഗ്രഹമാണ് അല്ലേ? ഇത് നമ്മുടെ ആവശ്യമാണ്. അതിലേക്ക് വരികയാണ് ഒരു പോംവഴി. നമ്മൾ എല്ലാം അറിയുന്ന കൂട്ടത്തിൽ തന്നെ ഭക്ഷണത്തെക്കുറിച്ച് കൃത്യമായി പഠിച്ചു കഴിക്കേണ്ട ഒരു സമയമാണിത്. നമുക്ക് എന്ത് വേണം എന്ത് പറ്റില്ല. പയറുപരിപ്പ് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ എനിക്ക് ചിലപ്പോൾ പറ്റത്തില്ലായിരിക്കാം. അപ്പോൾ എനിക്ക് വൻപയർ ചിലപ്പോൾ ഓക്കെ ആയിരിക്കില്ല, വേറൊരാൾക്ക് അത് ഓക്കെ ആയിരിക്കും. അപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്, നിങ്ങൾ ഇത്രയും അവിടെ ഇപ്പോൾ മെട്രോപൊളിറ്റൻ സിറ്റീസിൽ പാക്ഡായിട്ട് നിങ്ങളെ കഴിപ്പിക്കുകയാണ് ആൾക്കാരല്ലേ. അപ്പോഴും നാളെ ഒരു ക്യാപ്സ്യൂൾ വന്നാൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കേണ്ടെന്ന് പറഞ്ഞാൽ വി വിൽ ചൂസ് ദാറ്റ്. ഒരു ക്യാപ്സ്യൂൾ കഴിച്ച് ഓഫീസിൽ പോകാൻ സന്തോഷം, പാത്രവും കഴിയേണ്ടതൊന്നും ഉണ്ടാക്കുകയും വേണ്ട, അത് ഫില്ലിങ് തരും, നിങ്ങൾക്ക് എന്തെങ്കിലും കഴിച്ച പോലെ തോന്നുന്നു പറഞ്ഞാൽ അത് മതി. മുഖ്യധാര സെലിബ്രിറ്റീസ് അത്തരം ബ്രാൻഡ് എൻഡോസ് ചെയ്യുന്നുണ്ട്. പിന്നെ അത് എപ്പോഴും മലയാളി നമ്മൾ തിരിച്ചു വരും കേട്ടോ. നമ്മുടെ ഒരു പഴമയിലോട്ട് ഇച്ചിരി കഴിയുമ്പോൾ തിരിച്ചു വരും. പ്രശ്നങ്ങൾ കൂടുമ്പോൾ ഞങ്ങൾ പണ്ട് കൂട്ടുകാരെല്ലാം ഊട്ടി പോയി കോളേജിൽ നിന്ന് പോയിട്ട് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും വയറിളക്കം വന്നു ഭക്ഷണം കഴിച്ചിട്ട്. അപ്പോൾ തിരിച്ചു വരുന്ന വഴി വീട്ടിൽ ചെന്ന് ഇച്ചിരി മാങ്ങാച്ചാറും കഞ്ഞിയും കുടിച്ചാൽ മതി എന്ന് പറഞ്ഞ് ഈ ഒരു മാനസികാവസ്ഥ ഉള്ളതും കൂടെ കൊണ്ടാണ് കുറച്ചെങ്കിലും നമ്മളിങ്ങനെ ഒക്കെ നിൽക്കുന്നത്. നമുക്ക് പറ്റാതൊക്കെ മടുക്കില്ല. അപ്പം നാളെ എന്ത് ബ്രേക്ക്ഫാസ്റ്റിന് ഒരു ക്യാപ്സ്യൂൾ വന്നാലും നമ്മുടെ പുട്ടും കടലയും നമ്മുടെ ഇടിയപ്പത്തിനും ദോശയ്ക്കും ഒക്കെ ഒരു മനസ്സുകൊണ്ട് നമുക്കൊരു എവിടെ ഒരു കണക്ഷൻ ഉള്ളത് കൊണ്ട് അത് വരും. അപ്പം ഇതൊക്കെ ചൂസ് ചെയ്ത് കഴിക്കേണ്ട ഒരു സമയം. പിന്നെ ഭക്ഷണത്തിൻ്റെ സമയവും എണ്ണവും ഒക്കെ കുറച്ച് ഒന്ന് പഠിച്ച് നിങ്ങൾ എന്തെല്ലാം പഠിക്കാൻ, ഒരു ഐഫോൺ മേടിക്കാൻ പോകണമെങ്കിലോ ഒരു ആൻഡ്രോയിഡ് ഫോൺ മേടിക്കാൻ പോകണമെങ്കിലോ എല്ലാം നമ്മൾ എന്തെല്ലാം സെർച്ച് ചെയ്തിട്ടാണ്. ഫുഡിലും സെർച്ച് ചെയ്ത് നല്ലത് കണ്ടുപിടിച്ച് കഴിച്ച് മുന്നോട്ട് പോകാൻ നമ്മൾ ഒരുപാട് ഈ പറഞ്ഞ പോലെ കൊറിയൻ സ്കിൻ ടോണൊക്കെ മാം മുന്നേ പറഞ്ഞതിൽ ഞാൻ കേട്ടതാണ്. അതിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ മലയാളികൾ ഒരുപാട് അതെ കോസ്മെറ്റിക്സിന് വേണ്ടിയിട്ടും അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഗ്ലൂട്ടാത്തയോൺ പോലുള്ളത് IB ഒക്കെ മാം പലയിടത്തും പറഞ്ഞത് കേട്ടിട്ടുണ്ട് ഞാൻ. അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ മനസ്സിലാക്കുന്നത് നമ്മൾ ആ ഒരു കോസ്മെറ്റിക് ഇൻഡസ്ട്രിക്ക് പോലും നമ്മൾ അത്രയും പൈസ നമ്മൾ ചിലവാക്കുമ്പോൾ ഉള്ളിലേക്ക് കഴിക്കുന്ന ഇൻടേക്ക് ചെയ്യുന്ന ഫുഡിൽ അടങ്ങിയിരിക്കുന്ന ഒരു എലമെന്റ്സ് എന്താണെന്നോ അത് എത്രയും പോയിസണസ് ആണെന്നോ ഒന്നും തിരിച്ചറിയാതെ പോകുന്നുണ്ട് അല്ലേ? ഉണ്ട്. അതെന്നാന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഇത്രയും ഹെയർ കളറിങ് ചെയ്യുന്നവർ നമ്മൾ ഉപയോഗിക്കുന്ന ഹെയർ ഡൈ ക്യാൻസറസ് ആണ്, ക്യാൻസർ വരുത്തും. അത് അറിഞ്ഞുകൊണ്ട് തന്നെ എല്ലാവരും ഉപയോഗിക്കുന്നത്. എണ്ണ പലഹാരങ്ങൾ എന്ന് പറയുന്ന സാധനം, അപ്പോൾ അതിലും ഒരുപാട് ഫ്രീ റാഡിക്കൽസ് ഉണ്ട്. അത് ഈവൻ ചില കടകളിൽ ഫുഡ് സ്ട്രീറ്റ്സിലൊക്കെ നമ്മൾ ഈ പത്രം ന്യൂസ് പേപ്പറിൽ പൊതിഞ്ഞു കൊടുക്കുകയും അതിൽ ഓയിൽ അബ്സോർവ് ചെയ്യാനായിട്ട് അവർ ഒരുപാട് അത് പ്രസ് ചെയ്ത് ഓയിൽ അതിലേക്ക്, അപ്പൊ അതിന്റെ കാർബണും ലഡും ഒക്കെ കൂടെ മിക്സ് ആയി അതും കഴിക്കും. അത് നമ്മുടെ അൽഫാമിനാണെങ്കിൽ അൽഫാം ഇങ്ങനെയുള്ള നമ്മുടെ ഈ സ്മോക്ഡ് ഫുഡിൽ 2 ടൈപ്പ് ഓഫ് കാർസിനോജൻസ് ആണ് വരുന്നത്. അതിനകത്ത് 2 കെമിക്കൽ രീതി, അതായത് നമുക്കൊരിക്കലും അങ്ങനെ ഈ ചുട്ട് അതിലെ ആ മറ്റേ കരിഞ്ഞിട്ടുള്ള അത് നമുക്ക് പറ്റില്ല. അത് കാർസിനോജൻ തന്നെയാണ്. എന്നാലും അൽഫാമിന് ഇടിയാണല്ലോ.
അപ്പം ഞാൻ പറഞ്ഞ ഈ കഴിക്കുന്ന ഭക്ഷണത്തെക്കുറിച്ച് ബോധവൽക്കരിക്കുന്ന രീതിയിൽ സ്കൂൾ തലം തൊട്ട് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കണം. പിന്നെ കുഞ്ഞുങ്ങൾ ആരും ജനിച്ചു വന്നിടനെ ചിക്കൻ താ, മട്ടൻ താ, KFC താ, ലേസ് എന്ന് പറയുന്നില്ല. നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്ന ശീലമാണ്. എല്ലാം മാതാപിതാക്കൾ ഉണ്ടാക്കുന്ന ശീലമാണ്. പണ്ടെങ്ങാനും വല്ലതും മേടിച്ചു തരാൻ പറഞ്ഞാൽ നമ്മൾ ഊട്ടിക്കും. വീട്ടിലുള്ളത് തിന്നാൽ മതി എന്ന് പറയും. മനസ്സിലായി? മുളക് പൊട്ടിച്ചെങ്കിൽ മുളക് പൊട്ടിച്ച്, ഇത്രയേ ഉള്ളൂ. പക്ഷെ ഇന്ന് അങ്ങനെയല്ല. വീട്ടിലൊരു സാധനം ഇഷ്ടമല്ല, ഇന്നെന്താ അമ്മ സാമ്പാർ, എന്നാൽ എനിക്ക് സ്വിഗ്ഗി ചെയ്തോ, ഓർഡർ ചെയ്തോ, അപ്പൊ തന്നെ ഫുഡ് വന്നു. അപ്പൊ ഈ പറഞ്ഞ പോലെ ഓയിലി ഫുഡ്, പിന്നെ സ്കിൻ ഒരു എക്സ്ക്രീറ്ററി ഓർഗനാണ്. നിങ്ങൾ അതിൽ അപ്ലൈ ചെയ്യുന്ന എന്തും ബോഡി അബ്സോർബ് ചെയ്യും. അപ്പോൾ തമിഴ്നാടുകാർ ഇപ്പോഴും പച്ചമഞ്ഞളിൽ ജീവിക്കുകയാണ് സ്കിൻ കെയർ എന്ന് പറയുന്നതിൽ, ആര്യവേപ്പിലയിലും. ഞാൻ തമിഴ്നാട്ടിൽ ധാരാളമായി ട്രാവൽ ചെയ്യുന്ന ആളാണ്. എനിക്ക് ഇഷ്ടമുള്ള ഒരു സ്റ്റേറ്റ് ആണ് തമിഴ്നാട്. ആന്ധ്രയെക്കാളും എനിക്കിഷ്ടം തമിഴ്നാടാണ്, കർണാടകയെക്കാളും. നിയർ ബൈ. പിന്നെ എനിക്ക് തോന്നുന്നത് എനിക്ക് കുറെ കൂടെ ഒത്തിരി അടുപ്പമുള്ളത് തമിഴ്നാട്ടുകാർ ഉണ്ട്. ലാംഗ്വേജ് ആണെങ്കിലും പിന്നെ എനിക്ക് അവിടെ ചെല്ലുമ്പോൾ അതിശയം തോന്നുന്നില്ല. ഈവൻ എ സ്മോൾ ഫാമർ ആർ വെരി ഫ്ലുവൻറ്റ് ഇൻ ഇംഗ്ലീഷ്. ഭയങ്കര അതിശയം തോന്നുന്നു എനിക്ക്. ഇവിടെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ളവർ ഇങ്ങനെ പറയുമ്പോൾ അവിടെ ഒരു കുഞ്ഞു മാടക്കടയിൽ പോയ വരെ ഭംഗിയായിട്ട് ഇംഗ്ലീഷ് പറയും. അതെനിക്ക് ഞാനത് ഓർക്കും, അതെങ്ങനെയാണ് അത്. കാര്യം വളരെ ഭംഗിയായിട്ട് ഇംഗ്ലീഷ് പറയും. ബാംഗ്ലൂരും കേരളം വിട്ടാൽ അതെ. അപ്പൊ പിന്നെ ഇവർക്കെല്ലാം ഒരു ഡൗൺ ടു എർത്ത് ഭാവമുണ്ട് കേട്ടോ. എല്ലാം തികഞ്ഞവരാണെന്ന് തോന്നുന്നവര് ഇല്ല. എൻ്റെ ഒരു ഫാർമർ, ഞാൻ പുള്ളിയെ പരിചയപ്പെടുന്നത് ഒരു ഓർഗാനിക് ഷോപ്പിൽ വെച്ചിട്ടാണ്. അപ്പം ഞാൻ പുള്ളിയോട് ഇങ്ങനെ ചോദിച്ചു, എനിക്കൊന്ന് ഫാം കാണാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അന്നേരം പറഞ്ഞു ഓക്കെ മാം, വീട്ടിലോട്ട് വരാൻ പറ്റും. അപ്പം ഞാൻ ഗൂഗിളിട്ട് പോവാ. അപ്പം ഫാമിൻ്റെ പേരുണ്ട്, വീട് ഒന്നും എനിക്കറിയില്ല. അപ്പോൾ ഓരോ പശുവിനെ കെട്ടിയ വീട്, പട്ടിയൊക്കെ കാണുമ്പോൾ ഇതായിരിക്കും എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ തപ്പി പോകുമ്പം വമ്പൻ ഒരു വീട്. ഭയങ്കര ഈ രജനീകാന്ത് സിനിമയിലൊക്കെ രജനീകാന്ത് ഇറങ്ങി വരുന്ന പോലെ ഗ്ലാസ് ഒക്കെ ഇട്ടൊരു അടിപൊളി. ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് വാങ്ങുമ്മ. അപ്പം അവരുടെ അമ്മ 80s MSc ഫിസിക്സും കഴിഞ്ഞ് PhD എടുത്തവരാ. അച്ഛൻ ലയോള കോളേജല്ലേ, മിക്സ്ഡ് അല്ലേ, ലയോളയിൽ പഠിച്ച ആളാണ്, MA എക്കണോമിക്സ്. ഇത്രയും എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ളവർ നേരം വെളുത്ത് 8 മണി തൊട്ട് അവിടുത്തെ പിന്നെ തക്കാളിയുടെ ഇത് പറിക്കുകയും മുളക് നോക്കുകയും പച്ചക്കറി സോർട്ടിങ് ആണ് അവരുടെ പണി. അവരുടെ ബന്ധുക്കളാണ് അടയാർ, ആനന്ദഭവനൊക്കെ. മനസ്സിലായി? ഇത്രയും റിച്ച് ഫാമിലി, ഡൗൺ ടു എർത്ത്. ഹരി വളരെ ക്ലോസ് ആയ ഒരു മനുഷ്യനാണ്. ഹരിയുടെ വൈഫിനൊക്കെ വലിയ മില്ലാണ്, തുണിമില്ല. ഈവൻ ഹരിയെ ഞാൻ എപ്പോൾ ചെന്നാലും അവരുടെ ഇൻഡസ്ട്രി വിട്ടാൽ പിന്നെ ആ മണ്ണിനകത്താ ഹരി. ഞാൻ ചോദിച്ചു, അമ്മ ഉങ്ങൾക്ക് എത്ര കുളന്തേ ഇത് ഹരി ഒരു ആള് ഇനി അവൻ അമേരിക്കയിൽ ബാങ്ക് വൈസ് പ്രസിഡന്റ്. അപ്പൊ ഞാൻ ആലോചിച്ചു, എന്റെ ദൈവമേ, ഇവിടെ എങ്ങാനും ആയിരുന്നെങ്കിൽ നമ്മൾ ഈ കൃഷി ചെയ്യുന്നതിനെ കണ്ട ഒരു പണിയില്ല. ചേട്ടൻ ബാങ്ക് പ്രസിഡന്റ് അമേരിക്കയില്. പിന്നെ അവിടെ പോയാ വേണേ പോവാം. പിന്നെ ഇവിടെ ആണെങ്കിലും വെറുതെ ഇരുന്ന് ഉണ്ണാനുള്ളതുണ്ട്. ഇത് വല്ല ആവശ്യമുണ്ടോന്ന് ചോദിക്കും. അപ്പൊ ഞാൻ കൾച്ചർ വൈസ്, ഹെൽത്ത് വൈസ് എല്ലാം നോക്കുമ്പോ ഈ തൊട്ട് ഇങ്ങനെ കിടക്കുന്ന ഈ സ്റ്റേറ്റും കേരളവും തമ്മിൽ ഭയങ്കര വ്യത്യാസം. ഇപ്പോഴും തമിഴ്നാട്ടിൽ നമ്മൾ ചെന്നോ ഒരു നോൺ വെജ് റെസ്റ്റോറൻറ്റിൽ ഒരു ഇടിയുമില്ല. ഇപ്പൊ നമ്മൾ കോയമ്പത്തൂരിൽ നിന്ന് ഇങ്ങോട്ട് പാലക്കാട്ടേക്ക് വരുന്ന സമയത്ത്, നമ്മൾ കുനിയമുത്തൂരൊക്കെ വരുന്ന സമയത്ത് അന്നപൂർണയും അവിടെ എല്ലാം അതിന്റെ തൊട്ടപ്പുറത്ത് മന്തി ഷോപ്പ് ഉണ്ട്. ഞാൻ ഇന്ന് വരെ അവിടെ ഒരു തിരക്കും കണ്ടിട്ടില്ല. അതേസമയം അന്നപൂർണ ക്യൂ ആ പുറത്ത്. അതേ പറയുന്നത് വെജിറ്റേറിയൻസ് എന്ന് പറയുന്നവര് കേരളത്തിലും വളരെ കുറവൊക്കെ തന്നെയാണ്. ആന്റി ഓക്സിഡൻസിന്റെ ഇമ്പോർട്ടൻസ് അറിഞ്ഞിട്ടോ ഫ്രീ റാഡിക്കൽസിനെ ഓർത്തിട്ടോ ഒന്നുമല്ല തമിഴന്മാരിപ്പോഴും അവരുടെ പാരമ്പര്യ രീതിയിലുള്ള ഭക്ഷണ ജീവിത ക്രമത്തെ അവർ നോക്കുന്നത്. അവർക്ക് ഇങ്ങനെ ജീവിച്ചാലേ പോകുള്ളൂ എന്നറിയാം. പിന്നെ എത്ര പൈസ ഉള്ളവരാണേലും നിലത്ത് ഒരു ചമ്മണം പടഞ്ഞിരുന്ന ഒരു ഭക്ഷണം കഴിക്കാൻ ഇന്ന് ആർക്കും അറിയില്ല. ചമ്മണം പടഞ്ഞ് ഇരിക്കണേ 2 പേര് പിടിക്കണം, എഴുന്നേക്കണേ 2 പേര് പിടിക്കണം. അപ്പൊ നമ്മൾ പണ്ട് അരി ആട്ടാനായിട്ട് ഇങ്ങനെ ഇട്ടാട്ടും. പാലക്കാട് ഞാൻ പോകുമ്പോഴേ ഈ അത്ഭുതം കാണുന്നത് എന്നുവെച്ചാൽ ഞാൻ അവിടെ പോയിട്ടൊക്കെ ആട്ടും. അപ്പോൾ ഇങ്ങനെ അവിടെ അവർ വർത്താനം പറഞ്ഞിട്ട്, എന്ത് മകനെ നീ എന്തിനു വന്ന് ഇങ്ങനെ കാണിച്ച് ഇങ്ങനെ ആട്ടി എൻ്റെ മകനെ നീ അങ്ങനെയാണ് പറയണത്, കുട്ടിനെ എങ്ങനെയാണ് കാണിക്കുന്നത്. ഈ നേരം കൊണ്ട് ഇത് അരച്ച് സെറ്റായി. നമ്മളിന്ന് ജിമ്മിൽ പോയിട്ട് അവിടെ ഇട്ട് വലിക്കണം, ഇങ്ങനെ വലിക്കണം, ഇങ്ങനെ വലിക്കണം, ഇങ്ങനെ ഇട്ട് കാണിക്കണം, കയ്യിൽ കാശ് കൊടുത്ത് ഈ കസറത്തെല്ലാം അവിടെ പോയി കാണിക്കണം. എൻ്റെ വീട്ടിൽ വന്ന് വെറുതെ ഇരിക്കണം. പിന്നെ സ്വിഗ്ഗി ഓർഡർ ചെയ്യുക, കഴിക്കുക.